റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ടല്ലോ അല്ലെ? റെക്കോർഡിംഗ് ഓൺ ആയതായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ. Yes. യെസ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദ റിതം ഓഫ് സ്റ്റിൽനെസ്, നിശ്ചലതയുടെ താളം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു മനോഹരമായ ഒരു കോട്സിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സൈലൻസ് ഈസ് ദ സീ ആൻഡ് സ്പീച്ച് ഈസ് ലൈക്ക് ദ റിവർ. ദ സീ ഈസ് സീക്കിംഗ് യു, ഡോണ്ട് സീക്ക് ദ റിവർ. റൂമിയുടെ കോട്സ് ആണ്. സൈലൻസ് എന്ന് പറയുന്നത് കടലാണ്. സ്പീച്ച്, സംസാരത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നദിയാണ്. ശരിക്കും കടൽ നിങ്ങളെ കാത്തിരിക്കുന്നു, പിന്നെ നിങ്ങൾ എന്തിന് നദിയിലേക്ക് പോകണം എന്നാണ് റൂമി ചോദിക്കുന്നത്. ഓക്കെ, വളരെ വളരെ മനോഹരമായ ഒരു കോട്സ് ആണ്. നമ്മൾ ഈ സൈലൻസ് ഇപ്പോ നമ്മളിവിടെ ഇന്ന് ഫസ്റ്റിലെ തന്നെ കുറച്ച് എല്ലാവരുടെയും ഒരു സ്റ്റേറ്റ് ഓഫ് എന്താ പറയാ അവയർനെസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ഇപ്പം വന്ന എല്ലാവരോടും ഞാൻ ചോദിച്ചത് ഇതിനു വേണ്ടിയാണ്. നമ്മൾ ധാരാളം ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മൈൻഡ് പവറിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. നമ്മൾ ഇതിനോടകം 15 ക്ലാസ്സുകളിൽ പലതും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എപ്പോഴും പറയാറുണ്ട് എവിടെയോ എവിടെയോ ഒരു മിസ്സിങ് ഉണ്ട് എന്ന്. ഇതെല്ലാം ചെയ്താലും എന്തൊക്കെയോ സംതിങ് നമ്മളെ എന്തോ ഒന്ന് ലാഗ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചവരെല്ലാവരും സ്വയം ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള അറിവുകൾ തേടിയെത്തുന്നത്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്കുള്ള മാർഗം എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ സിറ്റുവേഷൻസിനെ, നമുക്ക് ആക്സസ് ഇല്ലാത്ത കാര്യങ്ങളെ ചേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് ചിന്തിക്കാനേ പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് മാറ്റാനുള്ളത് നമ്മളെയാണ്. അപ്പോൾ ഈ നമ്മളെ മാറ്റാനുള്ള ഈ ടൂൾസുകൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതാണ് ഈ പറഞ്ഞ സ്റ്റിൽനെസ് അല്ലെങ്കിൽ സൈലൻസ്. റൂമി പറഞ്ഞതുപോലെ കടൽ നമ്മളെ കാത്തിരിക്കുമ്പോൾ നമ്മൾ നദിയിലേക്ക് പോകുന്നത് എന്തിനാണ്? ഓക്കെ, നമുക്കറിയാം, ഒരു നദിക്കരയിൽ നമ്മൾ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മുഖം കാണാം എപ്പോൾ ആ വെള്ളം ക്ലിയറായി കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലേ? അല്ലെങ്കിൽ അത് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ഗുരുവിന്റെ ഒരു സംഭവം, ഒരു കഥയുണ്ട്. അതായത് ശിഷ്യനോട് പറയുന്നുണ്ട്, നീ ആ നദിയിൽ പോയിട്ട് കുറച്ച് ശുദ്ധമായ വെള്ളം കൊണ്ടുവരണമെന്ന്. അപ്പൊ ഈ ശിഷ്യൻ പോയി ഒരു പൂജയുമായി പോകുന്നുണ്ട്. നദിയിൽ ചെന്ന് കോരാൻ നോക്കുമ്പോൾ അവിടെ കർഷകര് അവരുടെ മൃഗങ്ങളെയൊക്കെ കുളിപ്പിക്കുന്നുണ്ട്. അതില് പല ചേറുകളും വേസ്റ്റുകളും ആ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. മേരിന ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ഒന്ന് മ്യൂട്ട് സോറി ഇതെന്താ ഫോണിൽ അയ്യോ ഇതിപ്പോ എന്താ കണക്ട് ആവുന്നില്ല സാർ. അവിടുന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഫോണിന് എന്തോ കംപ്ലൈന്റ് വന്നു. അല്ല ഞാൻ ലെഫ്റ്റ് ആവാം. ഓക്കെ, വേണ്ട നോക്കാം, ഇവിടുന്ന് നോക്കാം. കണക്ട് ആവാണില്ല ഇവിടുന്ന്. ഫോണിലേക്ക് മ്യൂട്ട് ഓപ്ഷനിൽ ഒരു പ്രാവശ്യം ഞാൻ അത് ആക്കിയത്. സാർ ഒന്ന് അവിടെ നിന്ന് ചെയ്യോ? ഓക്കെ ഓക്കെ. അപ്പോ ഈ നമ്മുടെ ശിഷ്യൻ പോയി നോക്കുമ്പോൾ അവിടെ വെള്ളം വളരെ ചേറ് പിടിച്ച് കിടക്കുകയാണ്. ശിഷ്യൻ വെള്ളം എടുക്കാതെ തിരിച്ചു ചെല്ലുന്നു. ദെൻ ഗുരു ചോദിക്കുന്നു, നീ എന്തേ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നില്ല? അത് ഗുരു അവിടെ ശരിക്കും അഴുക്കുകളാണ് ആ വെള്ളത്തിലുള്ളത്. അവിടെ പല പ്രോസസ്സുകളും ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ വെള്ളം എടുത്താൽ കുടിക്കാൻ പറ്റുന്നതല്ല.
അപ്പൊ ഗുരു പറഞ്ഞു, നീ കുറച്ച് കഴിഞ്ഞ് പോയി നോക്കും. അങ്ങനെ അദ്ദേഹം രണ്ടാമത് വരുന്നു. അപ്പോൾ ഇവരെല്ലാം പോയിട്ടുണ്ട്. അവരുടെ ആ കൃഷിക്കാരും ആ മൃഗങ്ങളും എല്ലാം അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല. അദ്ദേഹം തിരിച്ചുപോയി. ഗുരുവിനോട് പറഞ്ഞു. പിന്നെയും കുറേയധികം സമയം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ഓക്കെ, വെള്ളമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് എടുക്കാം. അങ്ങനെ കുടിവെള്ളം എടുത്ത് ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്നു. അപ്പോ ഗുരു ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത്? അപ്പോ ആ ശിഷ്യൻ പറയുന്നുണ്ട്, എത്രയധികം കലങ്ങിയ, എത്ര കഠിനമായ മാലിന്യങ്ങൾ വീണിട്ടുണ്ടെങ്കിലും ആ വെള്ളം നിശ്ചലമാകുന്ന ഒരു സമയമുണ്ട്, കലങ്ങി തെളിയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായ വെള്ളം ലഭിക്കും. അത് അതേ സമയത്ത് നമ്മൾ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടുമായിരുന്നില്ല. അപ്പൊ അവിടെ അദ്ദേഹം ആ ഒരു സ്റ്റിൽനെസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത ആ സമയം, ആ സമയത്ത് എടുത്ത ഒരു പേഷ്യൻസ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷനിലും നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം. ടൂളുകൾ എത്രത്തോളം വർക്ക് ചെയ്താലും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളെ കാണാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, നമ്മളെ കേൾക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഈ ടൂൾസ് ഒക്കെ ഒരു ചടങ്ങ് പോലെ ഒരു വഴിക്ക് നടക്കും. അപ്പൊ അതിന്റെ ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റിൽനെസ്സിലേക്ക് എത്താനുള്ള പ്രാക്ടീസുകൾ ചെയ്യുക. നമ്മൾ ബോധപൂർവം ആ ഒരു സൈലൻസ്, ആ ഒരു സ്റ്റേറ്റ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം എന്ന് വെച്ചാല് ആ ഒരു സമയത്താണ് നമുക്ക് നമ്മളെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുക. നമുക്ക് ഇന്നത്തെ സിറ്റുവേഷൻ നമുക്കറിയാമല്ലേ. സൈലൻസ് എന്ന് പറഞ്ഞാൽ സംസാരം കുറക്കുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു യാത്ര പോവുകയാണെങ്കിൽ, നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലാണ് പോകുന്നതെങ്കിൽ പലർക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ മടിയാണ്. അവരെല്ലാം അവരുടേതായ ലോകത്താണല്ലേ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബസ്സിൽ ഇരിക്കുന്നു, എങ്കിലും അവരെല്ലാവരും പരസ്പരം അധികം സംസാരമില്ല, സൈലൻസ് ആണ്. പക്ഷേ അവര് അവരുടേതായ ഒരു ലോകത്ത് അവര് ഒന്നുകിൽ മൊബൈലില്, അല്ലെങ്കിൽ ലാപ്ടോപ്പില്, അങ്ങനെ അവരുടേതായ ഒരു വേൾഡിൽ അവര് ശരിക്കും ഒരു വയലൻസിന്റെ ഇടയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാണ്. അവർ സൈലന്റ് ഒന്നുമല്ല. ആ ഒരു സ്റ്റേറ്റ് അല്ല നമ്മൾ ഈ പറയുന്ന സൈലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും അവര് ഇങ്ങനെ അവരൊക്കെ ഇപ്പൊ വെക്കേഷൻ ഒക്കെയാണ് അല്ലെ, അവർ ഫോൺ കൊടുത്താൽ അവരവിടെ ഇരുന്നോളും, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന പാരൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആ നെറ്റിന്റെ കണക്ടിവിറ്റി തീരുന്ന സമയം, അല്ലെങ്കിൽ ആ ബാറ്ററി ചാർജ് ഔട്ട് ആകുന്ന സമയം അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ അപ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ പറയാ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഈ കുട്ടി ഇത്രയധികം എനർജി ഉള്ളില് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ ആ ഒരു വയലൻസും കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൈലൻസ് ആണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നു എന്ന് തോന്നുന്ന ഒരാളും ഒരിക്കലും എന്തല്ല കൃത്യമായ ആ ഒരു സ്റ്റിൽനെസ് സ്റ്റേറ്റിലല്ല ഉള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സൈലൻസ് അല്ലെ സ്റ്റിൽനെസ് എന്ന് ഞാൻ പറയുന്നത് അത്തരം ഒരു അവസ്ഥയല്ല. ഇപ്പോൾ ചില ആൾക്കാർ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടാവും ലൈഫില്. അവരും ഒരിക്കലും എന്തല്ല ഈ ഒരു നമ്മൾ ഈ പറയുന്ന ഒരു സ്റ്റേറ്റിലേക്കുള്ള അവസ്ഥയല്ലത്. അത് ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എനിക്ക് കൂട്ടുകാരൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളില്ലല്ലോ എന്നുള്ള ഒരു 100,000 ചിന്തകൾ ആയിട്ടായിരിക്കും അവരിയ്ക്കുന്നത്. അതും എന്തല്ല ഈ പറഞ്ഞ സ്റ്റേറ്റ് അല്ല. ദെൻ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഏകാന്തത, ഒരു സ്റ്റിൽനെസ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സൈലൻസ്, അതാണ് നമ്മൾ ഈ പറയുന്ന ഈ നമുക്ക് വേണ്ട ടൂൾസ് ഒക്കെ ശരിക്കും വർക്കൗട്ട് ആവാനുള്ള ഒരു ആഡ് ഓൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ. വലിയ വലിയ സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്, വലിയ വലിയ പ്രവാചകന്മാരെ ഒക്കെ എടുത്തു നോക്കിയാൽ
അവർക്കൊക്കെ ആ ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അവര് വളരെ സ്റ്റില്ലായി, ശാന്തമായി, സൈലന്റായി നത്തിങ്നെസ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് അവർക്ക് വലിയ വലിയ ഇൻറ്റ്യൂഷൻസ് കിട്ടിയത്. അപ്പോ ഇത് ശരിക്കും നമുക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്കും ഇത് ആക്സസ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഈ സമയത്ത് ആണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്ത ആളുകൾക്കാണ് വലിയ വലിയ മാസ്റ്റർ പീസുകളായിട്ടുള്ള സാഹിത്യ കൃതികളൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ ബഹളങ്ങളിലും ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ഒരു ആ ഒരു എന്റർടൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റിൽ ഇരുന്നിട്ടുള്ളവർക്കല്ല ഇത്രയധികം. കാരണം ആ സമയത്ത് നമുക്കൊരു ഹയർ കോൺഷ്യസ് ലെവലാണ്. നമുക്ക് തന്നെ നമ്മുടെ ലോവർ കോൺഷ്യസ് ലെവലും ഉണ്ട്, ഹയർ കോൺഷ്യസ് ലെവലും ഉണ്ട്. അങ്ങനെ നമ്മൾ സൈലൻസിനെ ചൂസ് ചെയ്യുന്ന, സ്റ്റിൽനെസ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സസ് ചെയ്യുന്നത് നമ്മുടെ ഹയർ കോൺഷ്യസ്നസ് ആണ്. ആ സമയത്ത് നമുക്ക് പുറത്തേക്ക് നമ്മൾ സെൻസസ് ഉപയോഗിച്ച് കാണുന്ന ഒരവസ്ഥയല്ല. നമ്മുടെ തേർഡ് ഐ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ഹയർ കോൺഷ്യസ്നെസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ പറഞ്ഞ സൈലൻസ്. അപ്പോ അതില് ശരിക്കും അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അത് ശരിക്കും എന്താ പറയാ, ഇൻഫിനിറ്റ് ബെനിഫിറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ പോലും നമുക്ക് എണ്ണിയാൽ ഈ പറഞ്ഞ ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാവും. നമ്മൾ ശരിക്കും നമ്മൾ അറിയാതെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വളരെ പെട്ടെന്ന് നടക്കും. നമ്മൾ നല്ലൊരു ഒബ്സർവർ ആകും, നമ്മൾ നല്ലൊരു ലിസണർ ആകും. ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ നമുക്ക് എങ്ങനെ ഇത് ആക്സസ് ചെയ്തെടുക്കണമെന്ന് അറിയാറില്ല. എങ്ങനെ നമ്മൾ ലിസണർ ആകും? അത് ഈ ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് സാധിക്കൂ. ശരിക്കും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻസ് തേടി അലയും, പക്ഷെ സൊല്യൂഷൻ നമുക്ക് കിട്ടുകയുമില്ല. നമ്മൾ ഒരുപാട് പേരോട് ഷെയർ ചെയ്തിട്ട് സൊല്യൂഷൻ തേടി നടക്കും. സത്യത്തിൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ചോദിച്ചാൽ സൊല്യൂഷൻ എവിടെ നിന്ന് കിട്ടും? സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് നമ്മൾ ആക്സസ് ചെയ്തെടുക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഏതെല്ലാം ഇപ്പോ പലതരം ടാസ്കുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്താലും ഇപ്പൊ നമുക്ക് അറിയാം, ഈ നമ്മളൊരു റീസെന്റ് ആയിട്ടൊരു മൈൻഡ്ഫുൾനെസിന്റെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നു. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക്കാണ് ഈവനിങ് പ്രയറിന് ശേഷം നിങ്ങളുടെ റിച്വൽസ് ആയിട്ടുള്ള പ്രയർ അത് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നിങ്ങൾ സൈലൻസിലായിരിക്കണം എന്നുള്ളത്. അത് കൃത്യമായി ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് പ്രയറിന് ശേഷം എന്ന് നമ്മൾ പറയുന്നു. കാരണം നമ്മുടെ പ്രയർസ് പോലും നമുക്ക് കൃത്യമായ ഒരു എന്താ പറയുക, മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധിയാണ് നമ്മൾ 5 മിനിറ്റ് നമുക്ക് മെഡിറ്റേഷൻ ഇല്ല, പ്രയർ ഇല്ല, മ്യൂസിക് ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഒരു ആക്ടിവിറ്റീസ് ഇല്ല. ചില ആൾക്കാര് പറയാറുണ്ടല്ലേ, നമ്മള് എനിക്കൊന്ന് തനിച്ചിരിക്കണം എന്ന് പറയാറുണ്ട്. അവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് വന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അവരോട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ ആൻസർ പറയും. ഓക്കെ, എന്നിട്ടോ? തനിച്ചിരുന്നിട്ട് എന്താ? തനിച്ചിരുന്നിട്ട് എനിക്ക് അത് ചിന്തിക്കണം, എനിക്ക് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷൻ കണ്ടെത്തണം, അല്ലെങ്കിൽ എനിക്ക് പ്ലാൻ ചെയ്യണം. അങ്ങനെ അവർക്ക് രണ്ടാമതൊരു ആൻസർ ഉണ്ട്. നമ്മൾ ഈ പറയുന്നതിൽ രണ്ടാമതൊരു ഓപ്ഷനും ഇല്ല, അങ്ങനെ ഒരു തോട്ടും ഇല്ല. എന്തിന് എന്നുള്ള തോട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീഷണർ ആണ്, എന്നിട്ട് പോലും ഞാൻ പറയുന്നത് ആ സമയത്ത് നമ്മൾ മെഡിറ്റേഷനിലേക്കും പോകരുത്, നമ്മൾ വേറെ ഒന്നിലേക്കും പോകരുത്. ഓൺലി സ്റ്റിൽനെസ്, വെറും സൈലൻസ് മാത്രം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമുക്കിപ്പോ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് അങ്ങനെ ഒരു ആക്സസ് ചെയ്ത് ഞാൻ നാളെ 1 മണിക്കൂർ സ്റ്റില്ലാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഡെയിലി ഒരു സമയം വെക്കുക. നമ്മൾ അതുകൊണ്ടാണ് അത് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടാസ്കില് പ്രയറിനോട് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്.
അതൊരു ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്ന ഒരു തിയറിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു ഹാബിറ്റിനോട് ചേർത്തൊരു ഹാബിറ്റ് ആഡ് ചെയ്യുമ്പം അത് മുടങ്ങാൻ സാധ്യത കുറവാണ് എന്നാണ് സൈക്കോളജി പറയുന്നത്. ഏതുപോലെ എന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഇപ്പം സ്ഥിരമായിട്ട് ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു ഒരു എന്താ പറയാ ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് തുടങ്ങണം. അപ്പൊ നമ്മൾ അതിനോട് ചേർത്തൊന്ന് തുടങ്ങി നോക്കുക. നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡ് നമ്മളെ ഇത് ചെയ്യും, എല്ലാം ചെയ്യും, ഇൻഫോം ചെയ്യും. ഇന്നലെ ഇങ്ങനെ ഇതിന്റെ ഒപ്പം അതുകൂടി ചെയ്തിരുന്നല്ലോ, ഇന്നില്ലേ എന്ന് നമുക്ക് ഇങ്ങോട്ട് വരും. സാധാരണ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നതിനെ ഒപ്പോസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹാബിറ്റിനെ സ്റ്റാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്ന് പോകാതെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെയും ഞാൻ പറയുന്നത് തന്നെയാണ്, നമ്മുടെ പ്രയറിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സ്റ്റില്ലായിട്ടിരിക്കാം. വേണമെങ്കിൽ നമുക്ക് സ്കൈയിലേക്ക് നോക്കുകയോ, അത് നമ്മുടെ ഡിപ്പെൻസ് അപ്പോൺ ആണ്. ചിലർക്ക് ചിലപ്പോൾ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, തോട്ട്സ് വരികയും അങ്ങനെ, അല്ലെങ്കിൽ ഒരു സേഫ് അല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നവരുണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളവർ കണ്ണടക്കണ്ട, ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെ ഏതെങ്കിലും സ്കൈയിലോ, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷനിലേക്കൊന്നും പോകരുത്. നമുക്ക് നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ് ആവുന്ന കാഴ്ചകള്, മൂണോ സ്കൈയോ എന്താണോ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക. ഒരു തോട്ട്സും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം ഒന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം ദിവസം നമ്മളിത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ ആരും എന്താ പറയാ, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് സൊല്യൂഷൻസ് വരും. ഇതുപോലെ അതിന്റെ അടുത്ത സ്റ്റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്ത് ഓക്കെ സൈലൻസിൽ ഇരിക്കാൻ പറ്റുന്നു, നമ്മൾ കുറെ നാളായി ആഗ്രഹിച്ചിരുന്ന സൊല്യൂഷൻസ് നമുക്ക് അവിടെ ഇൻഡ്യൂഷൻ ആയിട്ട് വരുന്നു എന്ന് ഒരു സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് പോവാം. അവിടെ നമുക്ക് നല്ലൊരു ഗൈഡഡ് കോഡ്സ്, നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വേദങ്ങളിൽ നിന്നുള്ള ഒരു സെന്റൻസ് എടുക്കുക. എല്ലാ വേദങ്ങളും നമ്മളോട് ചിന്തിക്കാനാണ് പറയുന്നത്, അല്ലെ? ചിന്തിക്കുന്നവർക്കാണ് അതിന് അനുസരിച്ചുള്ള റിസൾട്ടുകൾ കിട്ടുന്നത്. ഓവർ തിങ്കിങ്ങിനെ കുറിച്ചല്ല ദെൻ അങ്ങനെയുള്ള ഗൈഡഡ് കോഡ്സ്, നമുക്ക് ഇഷ്ടമുള്ള വേദങ്ങളിൽ നിന്നുള്ള ഒരു കോഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്തതിന് ശേഷം, ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സെന്റൻസ്, ആ ഒരു കോഡ്സ് മാത്രം നമ്മൾ കൊടുക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ചുരുളഴിയുന്നത് പോലെയുള്ള ഒരുപാട് വിസ്റ്റംസ് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടാൻ തുടങ്ങും. അവിടെയാണ് നമുക്ക് നമ്മുടെ ഇന്നർ വോയിസ് കേൾക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ധാരാളം എന്താ പറയാ മാജിക്കൽ ആയിട്ടുള്ള രീതികളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. കാരണം നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മൾ സോൾ, മൈൻഡ് ആൻഡ് ബോഡി കണക്റ്റഡ് ആണ്. ഇത് മൂന്നിനും വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്നത്. ബോഡിക്ക് വേണ്ട ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം, അതിനൊപ്പം മൈൻഡിന് വേണ്ടത് നമ്മൾ ചെയ്യണം, ദെൻ സോളിന് വേണ്ടതും ചെയ്യണം. ഞാനിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ആസ് എ പാർട്ട് ഓഫ് സോൾ ആക്ടിവിറ്റി. നമ്മുടെ സോളിന് നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ്? അതിലുള്ള ഏറ്റവും ബെസ്റ്റ് ആൻസർ ആണ് സൈലൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ആ സൈലൻസ് ശരിക്കും എന്ത് ചെയ്യുക, മറ്റുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും നമ്മുടെ മനസ്സിനെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു സൈലൻസ് ആകുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നിങ്ങളുടെ ഡിസ്കഷനിലേക്കും ഫീഡ്ബാക്കിലേക്കും പോകാം. നമുക്ക് 40 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ സെഷൻ അവസാനിക്കും. ഈ ഒരു കൺസെപ്റ്റും ഈ ഒരു വിസ്റ്റം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് വരികയാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസുകൾ, കിട്ടിയ കാര്യങ്ങൾ, ഡൗട്ടുകൾ, ഫീഡ്ബാക്കുകളൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.
സ്റ്റിൽനെസ് ഇരിക്കാന്ന് പറയുമ്പോ ഓട്ടോമാറ്റിക് നമ്മളെ മനസ്സിൽ ഒരുപാട് തോട്ട്സ് വരില്ലേ? അപ്പൊ അതെങ്ങനെ അപ്പോ നമുക്ക് അതിനെ തോട്ട്സിനെ ഒഴിവാക്കാൻ പറ്റും? യെസ്, അതുകൊണ്ടാണ് ആ പറഞ്ഞത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. 5 മിനിറ്റ് മാത്രം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ സമയമൊന്നുമില്ല. 5 മിനിറ്റ് വളരെ പെട്ടെന്ന് പോകും. അപ്പൊ 5 മിനിറ്റത്തേക്ക് നമ്മൾ തോട്ട്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് പ്രഷർ ചെയ്തിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ആദ്യം നമ്മൾ എന്താ പറയാ, അതിനെ വരിക പോവുക എന്നുള്ള സ്റ്റേറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മൾ മാറി നിന്ന് നോക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ജസ്റ്റ് മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന തോട്ട്സ് വരുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ നമ്മുടെ കൺട്രോളിലേക്ക് അത് വരുന്നു. ആദ്യം നമ്മൾ അത് റിയലൈസ് ചെയ്യാണ്, ഇന്ന തോട്ടാണ് നമുക്കിപ്പോൾ വരുന്നത്. നമ്മുടെ നോർമൽ സ്റ്റേറ്റിൽ നമുക്ക് അറിയില്ല. 70,000 അതിന് മുകളിൽ തോട്ട്സുകളാണല്ലോ നമ്മുടെ ഡെയിലി വരുന്നത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഓക്കെ, ഇന്ന തോട്ട്സുകൾ വരുന്നു, അത് പോയിക്കോട്ടെ, അത് ആസ് നാച്ചുറൽ, അത് വരട്ടെ, പോകട്ടെ, നമ്മൾ അനുവദിക്കുകയാണ്. ഓക്കെ, നമ്മൾ അതിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാനും നമ്മൾ അതിനെ പിടിച്ചു കെട്ടാനും ശ്രമിക്കുമ്പോഴാണ് അത് നമുക്ക് ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, അതിന്റെ ആൻസർ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇനി Thank you, sir. It was an amazing session. Actually, the topic was the rhythm of stillness. The class began with the poet Rumi's verse, "Silence is sea, speech is a river." I'll add one more thing there. Sit, be still and listen. ഇതും റൂമി പറഞ്ഞതാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ആഡ് ചെയ്യുന്നു. പിന്നെ സാർ വളരെ വളരെ എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സെഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. സൈലൻസിൽ നിന്നും ഇറ്റ് വാസ് ആക്ച്വലി എ ജേർണി ഫ്രം സൈലൻസ് ടു സൈലൻസ്. സ്റ്റാർട്ടഡ് ഫ്രം ദെയർ. ഫസ്റ്റ് യു സ്റ്റാർട്ടഡ് എ പാരബിൾ, അല്ലെ? ഒരു ഗുരുവും ഡിസൈപ്പിളുമായിട്ടുള്ള ആ ഒരു പാരബിൾ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഡിസൈപ്പിൾ അവിടെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആ കുളത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടത്? അത് വളരെ പൊള്യൂട്ടഡ് ആയിരുന്നു ആ വെള്ളം. അപ്പോഴ തിരിച്ചു വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഈ വെള്ളം വളരെ പൊള്യൂട്ടഡ് ആണ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന്. അപ്പൊ ഗുരു എന്താ പറഞ്ഞത്? ഗുരു പറഞ്ഞു, ഓക്കെ, ട്രൈ വൺസ് അഗെയിൻ, അത് അങ്ങനെയാണ്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയി നോക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോഴെന്താണ്, അപ്പോൾ ഡിസൈപ്പിളിന് ഫീൽ ചെയ്തു, ശരിയാണ്, കുറച്ച് സൈലന്റ് ആയിട്ടൊക്കെ റിവർ കിടക്കുന്നു, അതിൽ നിന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോൾ എന്താ പറ്റിയേ? ആ വെള്ളം എല്ലാം വളരെ പ്യുവർ ആയിരുന്നു. അതിനകത്തെ മഡെല്ലാം പോയി വളരെ നല്ല വെള്ളം കിട്ടി. എന്തുകൊണ്ടാണ്? സ്റ്റിൽ ഹി വെയിറ്റഡ് ദേർ, നോ, ഇറ്റ് വാസ് ഹിസ് പേഷ്യൻസ്. ആ ഒരു പേഷ്യൻസ് ഉള്ളതുകൊണ്ടാണ് വളരെ ഭംഗിയായിട്ട് അത് സാധിച്ചത്. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ, ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മൾ എന്താ പറയുക, കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഓരോ കാര്യങ്ങളും അതാണ് ഒരു സ്റ്റിൽനെസ്സിലേക്ക് മൂവ് ചെയ്യുന്നത്. അത് ഇറ്റ് ഡസന്റ് മീൻ വി സിംപ്ലി സിറ്റ് ഓർ ബി സൈലന്റ്. അതല്ല, അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ പ്രൊഫറ്റ്സ്, സ്വാമി വിവേകാനന്ദ, ഗൗതം ബുദ്ധ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു, ഇവരൊക്കെ ഈ ഒരു ഹയർ ലെവൽ കോൺഷ്യസ് ലോകത്ത് എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അവിടെയാണ് അവരുടെ ആ തേർഡ് ഐ ഓപ്പൺ ചെയ്യുന്നതും എന്താണ് ലൈഫ് എന്നുള്ളത് ശരിക്കും ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നത് അവിടെയാണ്. അതുപോലെ നമുക്കും ഈ റിയലൈസ് ഓർ സെൽഫ്, റിയൽ സെൽഫ്, നമുക്ക് രണ്ട് തരത്തിലുള്ള സെൽഫാണുള്ള, റിയൽ സെൽഫും ഐഡിയൽ സെൽഫും. ആ റിയൽ സെൽഫിലേക്കുള്ള ഒരു ജേർണിയാണ് ഈ സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? ടു ബി എ ഗുഡ് ഒബ്സർവർ ഓർ എ ലിസണർ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കുറച്ചുകൂടി അതാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്, ഒരു കോൺഷ്യസ് അറ്റംപ്റ്റ് ആണ് നമ്മൾ ഈ ഗോളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. വി ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ്. പിന്നെ സാർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആഫ്റ്റർ പ്രെയർ, ഈവനിങ് പ്രെയറിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നമ്മൾ എടുക്കുക. ഒരു മെഡിറ്റേഷൻ പോലെ. മെഡിറ്റേഷൻ വേണമെന്നില്ല, ഒരു സ്റ്റിൽനെസ്. തോട്ട് ഈസ് നോട്ട് ക്ലിയർ, ഓക്കെ, ബിക്കോസ് ഓഫ് ഇറ്റ്. ഓക്കെ, അവിടെയാണ് നമുക്കൊരു റിയൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏത് മതവും ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഖുറാൻ ആയാലും ബൈബിൾ ആയാലും ഗീതയായാലും അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഏത് വേഴ്സ് ഇട്ട് അതിനെ ഒരു ജസ്റ്റ് എ മിനിറ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊടുക്കുക, നമ്മുടെ തോട്ടിലേക്ക് ഒന്ന് കൊടുക്കുക, അതിനെപ്പറ്റി ഒന്ന് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അവിടെയാണ് നമുക്ക് റിയൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. പിന്നെന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ, കണക്ട് ചെയ്ത് ചെയ്യുമ്പം അതൊരു ഹാബിറ്റായി മാറും. അത് എന്താ പറയാ, ആ തോട്ട്സും നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് സ്റ്റിൽനെസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തോട്ട്സ് വരും. പക്ഷെ ഒരു തോട്ടും വേണ്ട, ഒരു സൊല്യൂഷനും വേണ്ട. സിംപ്ലി സിറ്റ് ദെയർ,
ഇച്ചിരി പാടാണ്, അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ഇഫ് യു പ്രാക്ടീസ് ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ്. അത് പിന്നെ ഒരു ഹാബിറ്റായി മാറിക്കൊള്ളും നമുക്ക്. അതാണ് സാറ് സൂചിപ്പിച്ചത്. പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് എനിക്ക് തോന്നിയത് സാറ് പറഞ്ഞത് സോൾ മൈൻഡ് ബോഡി കണക്ഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ സോൾ ആക്ടിവിറ്റി ആണ് നമ്മളുടെ ഈ സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. അതിന്റെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സൈലൻസ് തന്നെയാണ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാതെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വെറുതെ ഇരിക്കുന്നതല്ല സ്റ്റിൽനെസ്. ഒരു തരം എന്താ പറയാ, അതൊരു ഫീലിംഗ് ആണ്. ശരിക്കും പറയാൻ നമ്മുടെ ഒരു ഫീലിംഗ് ആണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മളുടെ എല്ലാവിധ എന്താ പറയാ ഡിസ്ട്രാക്ഷൻസും നമുക്ക് മാറിക്കിട്ടും. ഇനി ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്റ്റിൽനെസ് ഈസ് നോട്ട് സൈലന്റ്, ഇറ്റ്സ് മെയ്ഡ് ഓഫ് ടൈനി ഇൻട്രപ്ഷൻസ്. നമ്മുടെ ഈ വേവ്സ് പോലെ തന്നെ ചെറിയ ചെറിയ ഇൻട്രപ്ഷൻസ് ഒക്കെ അതിനകത്ത് കാണും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്കൂളിൽ നമ്മൾ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഉള്ള ഒരു സ്റ്റിൽനെസ് ഉണ്ടല്ലോ. വളരെ ഇതായിട്ട് ആക്റ്റീവായിട്ടിരുന്ന ക്ലാസ് റൂമിൽ നിന്ന് പോയി കുട്ടികളെല്ലാം പുറത്ത് പോകുമ്പോൾ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഉള്ള ഒരു സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. പിന്നെ rhythm of stillness does not mean the എന്താ പറയാ ആബ്സെൻസ് ഓഫ് മൂവ്മെന്റ്. അതല്ല അത് ശരിക്കും. ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബീറ്റ് ആണ് ഞാൻ മനസ്സിലാക്കിയത്. ഓൺലി ഹിയർ വെൻ ദ നോയ്സ് സ്റ്റോപ്സ്. ആ നോയ്സ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറയാൻ സ്റ്റിൽനെസ്. സാറ് പറഞ്ഞതിനെ തന്നെ ഞാൻ ഷോർട്ടപ്പ് ചെയ്യാണ്. സ്റ്റിൽനെസ് ഹാസ് എ പൾസ്. അതിനൊരു റിതം ഉണ്ട്, ഒരു പൾസ് ഉണ്ട് അല്ലേ? അത് ശരിക്കും പറയാൻ റിതം മീൻസ് സ്ലോ, ഡീപ്പ്, അൺഫോഴ്സ്ഡ് ഫീലിങ്സ് ആണ്. വളരെ സാവധാനം, സ്ലോയില്, അൺഫോഴ്സ്ഡ് ആയിട്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേക ഡിവൈൻ ഫീലിംഗിനാണ് ഈ സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. താങ്ക് യു സർ. ഐ തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് ആൻ അമേസിംഗ് സെഷൻ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു. ഒത്തിരി അതൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒന്നാക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ അതിനകത്തൊരു എന്താ പറയാ, റുമിയുടെ എനിക്ക് അറിയാവുന്ന ഒരു കോട്ടും കൂടി ഇട്ടെന്നേ ഉള്ളൂ. ഇതിന്റെ കൂടെ തന്നെയുള്ളതാണ് സിറ്റ്, ബി സ്റ്റിൽ ആൻഡ് ലിസൺ എന്നുള്ളത്. ഓക്കെ സർ, താങ്ക് യു. വെരി ഗുഡ് സെഷൻ. താങ്ക് യു ബെസ്സി മാം. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ബെസ്സി മാമിന്റെ റീക്യാപ്പ് ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് വന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. മാം അത് നടത്തി. എന്തായാലും വളരെ ഭംഗിയാണ്. നമ്മള് വളരെ സ്ലോയില് ഡിസ്കസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒരു പോയിന്റ് പോലും വിടാതെ മാമിന്റെ മാമിന്റെ വിസ്റ്റംസ് കൂടി അതിൽ ആഡ് ചെയ്തിട്ട് പറയുമ്പോൾ വണ്ടർഫുൾ ആണ്. അത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. താങ്ക് യു ബെസ്സി മാം. പിന്നെ ഇനി ഒരു മിനിറ്റ് കൂടിയുണ്ട്. ആർക്കെങ്കിലും ജസ്റ്റ് ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. അത് കഴിഞ്ഞാൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാൽ നമുക്ക് അതിന്റെ ഫർദർ ഡിസ്കഷൻ ഒക്കെ അവിടെ നടത്താം. ഓക്കെ, ആർക്കെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും യെസ്, ബെസ്സി മാം പറയാനാണോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു സ്റ്റിൽനെസ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയട്ടെ, അതിന്റെ ബെനിഫിറ്റുകൾ എടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാം വീഡിയോയിൽ വന്നിട്ടുണ്ട്. 1 മിനിറ്റിൽ താഴെ ടൈമുള്ളൂ. മാമിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുതിയ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാരും ഒരു പ്രാവശ്യം ഒന്ന് വീഡിയോ വന്നാൽ ജസ്റ്റ് മുഖം ഒന്ന് കാണേ. ചിലപ്പോ എല്ലാവർക്കും ഒരേപോലെ വരാൻ പറ്റത്തില്ല, പല സാഹചര്യത്തിൽ ഇരിക്കുന്നവരല്ലേ. ഞാനും എപ്പോഴും ഒന്നും വരത്തില്ല, കാര്യം ക്ലാസ് ഡിസ്ട്രാക്റ്റഡ് ആക്കണ്ട. നമ്മളപ്പോ അതിലോട്ട് തന്നെ ശ്രദ്ധിക്കും. ഫേസ് ടു ഫേസ് നോക്കുന്നല്ലോ വീഡിയോ. ഓക്കെ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നമുക്കതൊരു ടാസ്ക് ആയിട്ട് തന്നെ കൊടുക്കാം. കാരണം അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് സെഷനിൽ പറയാം. അപ്പോഴത്തേക്ക് എല്ലാവരും വരും.